അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോർബ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. കോർബ എന്താണ്? കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കേഴ്സ് ആർക്കിടെക്ചർ. ഇറ്റ്സ് എ മിഡിൽവെയർ വിച്ച് ഹെൽപ്സ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് വിച്ച് ആർ ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, റൈറ്റ്? അപ്പം ഇറ്റ്സ് എ മെക്കാനിസം ബൈ വിച്ച് ഒബ്ജക്ട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ നെറ്റ്വർക്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലാറ്റ്ഫോം ആൻഡ് ലാംഗ്വേജ് യൂസ് ടു ഡെവലപ്പ് ദീസ് ഒബ്ജക്ട്സ്. അപ്പം it enables a collaboration between systems with different operating system, programming languages and computing hardware. Whatever be the hardware, whatever be the programming language, whatever be the operating system used, Corba helps to collaborate between systems which are heterogeneous in nature. Corba is an example of distributed object paradigm. It's not a programming language, it's a distributed object paradigm. There are two types of objects basically in Corba. One, the service provider object and client object. അപ്പം എന്താണ് സർവീസ് പ്രൊവൈഡർ? സെർവർ. ക്ലയൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിക്വസ്റ്റ്, സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾ. ഒബ്ജക്ട് ദറ്റ് ഇൻക്ലൂഡ് സം ഫംഗ്ഷനാലിറ്റി ആൻഡ് മേ ബി യൂസ്ഡ് ബൈ അതർ ഒബ്ജക്ട്സ് ഇസ് കോൾഡ് എ സർവീസ് പ്രൊവൈഡർ ഹു പ്രൊവൈഡ്സ് എ സർവീസ്. The object that requires the services of other objects is called as a client. Whenever we want a service, we request a server to give us some സർവീസസ്, റൈറ്റ്? നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ച് റിക്വസ്റ്റ് റെസ്പോൺസ് മെത്തേഡ് വഴി ചോദിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ദ ടു ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ കോർബ: സെർവർ ഒബ്ജക്റ്റ് ആൻഡ് ക്ലയൻറ്റ് ഒബ്ജക്ട്. സർവീസ് പ്രൊവൈഡർ നത്തിങ് ബട്ട് ദ സെർവർ. The service provider object and the client object communicate with each other independent of the programming language used to design them and independent of the operating system in which they run. Each server provides define an interface which provides a description of the services provided by the client. Now, നമ്മൾ ആർക്കിടെക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ RMI പഠിച്ചപ്പോൾ, റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ പഠിച്ചപ്പോൾ ഈ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആകെ പുതിയതായിട്ട് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ദിസ് ORB കോർ, ഇംപ്ലിമെൻറ്റേഷൻ റെപ്പോസിറ്ററി ആൻഡ് ഇൻ്റർഫേസ് റെപ്പോസിറ്ററി എന്നാണ്. ഇതിൽ ഈ ORB കോർ എന്ന് പറയുന്നത് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ എന്നാണ് നമ്മൾ അവിടെ അതിന് പഠിച്ചത്. ആ സെയിം പർപ്പസ് തന്നെയാണ് ORB കോർ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് സെർവർ. യു ക്യാൻ സീ ദ റിക്വസ്റ്റ് ഇസ് പാസ് ഫ്രം ദ ക്ലയൻറ്റ് ആൻഡ് ദ server is responding back in the reply. Okay, so ORB core carries out the request reply protocol between the clients and servers, and it provides operations that enable process to get started and stopped. It even helps to operations which can convert between the object references and strings. Now the next, നമ്മൾ ഈ ക്ലയൻറ്റ് പ്രോഗ്രാമിൽ സ്റ്റബും പ്രോക്സി വിച്ച് ഇസ് എ സ്റ്റബ് ആൻഡ് ദ സ്കെൽട്ടൺ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? When we learned about RMI. Now skeletons are nothing but an interface definition language or the language of the server. അതിനെയാണ് നമ്മൾ സ്കെൽട്ടൺ എന്ന് പറയുക. നമ്മൾ ക്ലയൻറ്റ് സൈഡിലുള്ള സ്റ്റബിനെ നമ്മൾ എന്താ പറയുക, ഇറ്റ്സ് ജനറേറ്റഡ് ബൈ ദ ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് ഓർ ഇറ്റ് ഇസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ക്ലയൻറ്റ് ലാംഗ്വേജ്. ക്ലയൻറ്റ് എന്ത് ലാംഗ്വേജ് ആണോ യൂസ് ചെയ്യുന്നത് അതിലാണ് നമ്മൾ സ്റ്റബ് എന്ന് പറയാം. മറ്റേത് സെർവർ സൈഡ് ലാംഗ്വേജ് നമ്മൾ സ്കെൽട്ടൺ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ RMI പഠിച്ചപ്പം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുതന്നെയാണ് കോർബയുടെ ആർക്കിടെക്ചറിൽ പറയുന്നത്. Okay, now the next thing is the object adapter which is found at the server side. It is actually it bridges the gap between the client side language and the server side language. Client objects and the programming language interfaces of the slave classes. It creates object references for Corba objects. Server side ക്ലയൻറ്റിന് ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് വന്നാലും അതിനെ അഡാപ്റ്റ് ചെയ്യാൻ ക്ലയൻറ്റിനെ പാകപ്പെടുത്തുന്ന ആളാണ് ഒബ്ജക്റ്റ് അഡാപ്റ്റർ. ഓക്കെ, ഡിസ്പാച്ചസ് ഈച്ച് RMI ടു ദ appropriate servant class via skeleton and activates the objects. And it's also called as portable object adapter in COBA version 2.0. അതിൻ്റെ പേര് 2.0 പോർട്ടബിൾ ഒബ്ജക്റ്റ് അഡാപ്റ്റർ എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ this allows the server to be compatible with whatever type of language from which the request comes. ക്ലയൻറ്റിനായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒബ്ജക്റ്റ് അഡാപ്റ്റർ സോഫ്റ്റ്വെയർ അറ്റ് ദ സെർവർ സൈഡ്. Now skeletons are client side. Now the new things are implementation repository and interface repository. Implementation repository, it's a storage of the active servers. Currently active ആയിട്ടുള്ള സെർവേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ റെപ്പോസിറ്ററിയിൽ ഉണ്ടാവും. അപ്പം ആരൊക്കെയാണ് ആക്റ്റീവ് ആരൊക്കെയാണ് ഇനാക്റ്റീവ് എന്നറിയാം. സോ ദാറ്റ് വി ക്യാൻ റിക്വസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഹൗ ലൈവ് ദ സെർവേഴ്സ് ആർ. ആ ഡീറ്റെയിൽസ് ഉണ്ടാവുക ഇംപ്ലിമെൻറ്റേഷൻ റെപ്പോസിറ്ററിയിലാണ്.
Okay, you can see it activates the registered servers on demand and locates servers that are currently running or that are currently active. Now, interface repository എന്ന് പറയുന്നത് ഒരുപാട് interface definition languages ഉണ്ടാവും. Different types of languages are supported by Corba. So, interface repository provides information about all the registers, ideal interfaces to the clients and servers who want that. ആർക്കൊക്കെ ഏതൊക്കെ ലാംഗ്വേജ് ആണെന്നുള്ള എന്താ കോർബ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ഇൻ്റർഫേസ് റെപ്പോസിറ്ററിയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റോറേജ് ഓഫ് ദ ഐഡിയൽ ഇൻ്റർഫേസസ് ദറ്റ് കോർബ പ്രൊവൈഡ്സ്. ഓക്കെ, സോ ഇത്രയും കമ്പോണൻസ് ആണ് ആർക്കിടെക്ചറിലുള്ളത്. You can see the detailed explanation of each component in the coming slides, which I will be sharing with you. Okay.